നമസ്കാരം. ഒടുവിൽ കെ രമയുടെ മകൻ്റെ വിവാഹം ഇന്ന് സമംഗളമായി നടന്നിരിക്കുന്നു. അച്ഛനെ കൊന്നവർ മകൻ്റെ കല്യാണത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി എത്തിയിരുന്നില്ല എന്നുള്ളത് സമാശ്വാസകരമായ വാർത്ത തന്നെയാണ്. ടി.പി. ചന്ദ്രശേഖരൻ്റെയും കെ രമ MLAയുടെയും മകനായ അഭിനന്ദിൻ്റെ കല്യാണമായിരുന്നു ഇന്ന്. വടകരയിൽ വച്ചുള്ള ഈ കല്യാണത്തിൽ UDFൻ്റെയും കോൺഗ്രസിലെയും മറ്റ് രാഷ്ട്രീയ കക്ഷികളിലെയും സമുന്നതരായ പല നേതാക്കളും പങ്കെടുക്കുകയുണ്ടായി. UDFൻ്റെയും കോൺഗ്രസിൻ്റെയും തലമുതിർന്ന നേതാക്കന്മാരുടെ കാർമ്മികത്വത്തിൽ തന്നെ, അവരുടെ നേതൃത്വത്തിൽ തന്നെയാണ് കെ രമയുടെ മകൻ്റെ വിവാഹം സമംഗളമായി കൊണ്ടാടിയത് എന്ന് പറഞ്ഞാൽ പോലും അതിൽ ഒട്ടും അതിശയോക്തി ഉണ്ടായിരിക്കില്ല. ഷാഫി പറമ്പിൽ MP-യുടെ നേതൃത്വത്തിൽ തന്നെയാണ് അവിടെ കല്യാണ ചടങ്ങുകളെല്ലാം നടന്നിരിക്കുന്നത്. ഒരു ജ്യേഷ്ഠ സഹോദരൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെയാണ് ഷാഫി പറമ്പിൽ അവിടെ വന്ന അതിഥികളെയെല്ലാം ഹൃദ്യമായി സ്വീകരിക്കുകയും തൻ്റെ ഒരു ജ്യേഷ്ഠൻ്റെ മകൻ്റെ കല്യാണത്തിൽ താൻ പങ്കെടുക്കുന്നു എന്ന തരത്തിൽ തന്നെയാണ് ഷാഫി പറമ്പിൽ MP ആദ്യാവസാനം കെ രമ MLAയുടെ മകൻ അഭിനന്ദിൻ്റെ കല്യാണത്തിൽ പങ്കെടുത്തത്. ചില അഭിപ്രായ ഭിന്നതകളുടെ പേരിൽ CPM എന്ന മാതൃസംഘടനയിൽ നിന്നും പിരിഞ്ഞ് RMP എന്ന സംഘടനയുണ്ടാക്കി പുറത്തുപോയ ടി.പി. ചന്ദ്രശേഖരനെ CPM-ൽ നിന്ന് പിരിഞ്ഞു പോയി, അല്ലെങ്കിൽ CPM-നെതിരെ തിരിഞ്ഞു എന്നുള്ള ഒറ്റ കാരണത്താൽ 51 വെട്ടുവെട്ടി കാലപുരിക്കയച്ച CPM സഖാക്കളിൽ പലരെയും കെ രമ കല്യാണത്തിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ ശിക്ഷ വിധിക്കപ്പെട്ട് ഇന്ന് ജയിലിൽ കഴിയുന്നവരെല്ലാവരും CPM-ന്റെ പ്രവർത്തകരാണ്. CPM-ന്റെ സമുന്നതരായ നേതാക്കൾ തന്നെയാണ് പലരും. CPM-ന് ടി.പി. ചന്ദ്രശേഖരനോടുണ്ടായിരുന്ന വൈരാഗ്യം തന്നെയാണ് ടി.പി. ചന്ദ്രശേഖരനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. അതായത് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ, ഹൈന്ദവ ആചാരപ്രകാരം ശവസംസ്കാര ശുശ്രൂഷകൾ നടക്കുമ്പോൾ വായ്ക്കരി ഇടുക എന്നൊരു ചടങ്ങുണ്ട്. വായ്ക്കരി ഇടാൻ പോലും മുഖത്ത് വായ് പോലും അവശേഷിക്കാത്ത രീതിയിൽ അത്ര മൃഗീയമായി ക്രൂരമായി തന്നെയാണ് ടി.പി. ചന്ദ്രശേഖരന്റെ തലയിൽ 51 വെട്ടുവെട്ടി ഛന്നം ഭിന്നമായി ആ തല വെട്ടിച്ചിതറിച്ചത്. അതായത് കല്ലിലടിച്ച പൂക്കൽ പോലെ നിന്റെ തല ഞങ്ങൾ ചിതറിക്കും എന്ന് CPM നേതാക്കൾ മുൻപ് ടി.പി. ചന്ദ്രശേഖരനെതിരെ ഭീഷണി മുഴക്കിയത് അന്വർത്ഥമായി അവർ ടി.പി. ചന്ദ്രശേഖരനെ അത്തരത്തിൽ തന്നെ കൊന്നുകളഞ്ഞു. 51 വെട്ട് മുഖത്ത് വെട്ടിയാണ് ടി.പി. ചന്ദ്രശേഖരന്റെ മുഖം ഏതാണ് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലായിരുന്നു ആ കൊല ചെയ്തത്. ഇതിൽ എല്ലാ പ്രതികളും CPM തന്നെയായിരുന്നു, CPM-ന്റെ പ്രവർത്തകരായിരുന്നു. CPM-ന്റെ സമുന്നതരായ നേതാക്കളിലേക്ക് ഈ കൊലപാതകത്തിന്റെ അന്വേഷണം ചെന്നെത്താതിരിക്കുവാൻ വേണ്ടി വളരെ ആസൂത്രിതമായി തന്നെയാണ് ഇവർ കരുക്കൾ നീക്കിയത്. എങ്കിലും തൻ്റെ മകൻ്റെ കല്യാണമായപ്പോൾ താൻ MLA ആണ് എന്ന രീതിയിൽ മുഖ്യമന്ത്രി അടക്കമുള്ള CPM-ന്റെ സമുന്നതരായ എല്ലാ നേതാക്കളെയും കെ രമ MLA നേരിട്ട് തന്നെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇവരിൽ ആരും തന്നെ ടി.പി. ചന്ദ്രശേഖരന്റെ മകൻ അഭിനന്ദിന്റെ കല്യാണത്തിന് എത്തിയില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ്. അച്ഛനെ കൊലപ്പെടുത്തി ഇവർ മകന്റെ കല്യാണത്തിന് എത്തുമോ ഇല്ലയോ എന്നുള്ള ആശങ്കയിലായിരുന്നു വടകരയിലുള്ള RMP പ്രവർത്തകരും അതുപോലെ തന്നെ രമയുടെ വീട്ടുകാരും. എന്തായാലും താൻ ഒരു പൊതുപ്രവർത്തകയാണ്, ഒരു MLA ആണ് എന്ന തരത്തിൽ തന്നെ തൻ്റെ വ്യക്തിവൈരാഗ്യങ്ങളൊന്നും ഇത്തരം കാര്യങ്ങൾ വച്ചു പുലർത്തേണ്ടതില്ല, അത് തൻ്റെ സ്വകാര്യ പ്രശ്നമാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെ താൻ ഒരു പൊതുപ്രവർത്തകയായതിൻ്റെ പേരിൽ തൻ്റെ മകന്റെ കല്യാണത്തിൽ സംബന്ധിക്കുവാൻ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളെ കെ രമ നേരിട്ട് തന്നെ കല്യാണക്കുറിയുമായി ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അവരാരും തന്നെ കല്യാണത്തിൽ ഉണ്ടായിരുന്നില്ല. മറിച്ച് UDFൻ്റെയും കോൺഗ്രസിൻ്റെയും വടകരയിലും ഒഞ്ചിയത്തും കണ്ണൂരിലുമുള്ള മറ്റ് അനവധി ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെയും നേതാക്കൾ കല്യാണത്തിൽ പങ്കെടുത്തു എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ്. എന്തായാലും RMPയുടെ രക്തസാക്ഷി ടി.പി. ചന്ദ്രശേഖരൻ്റെയും കെ രമ MLAയുടെയും മകൻ അഭിനന്ദിൻ്റെ കല്യാണത്തിൻ്റെ ചില ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം.